ഞാൻ ബേലേനോട് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളെ മിറർ ഫോൾഡിംഗ് ആണ്. നമ്മളെ ടോപ്പ് എൻഡിലുള്ള ആ ഒരു മിറർ ഫോൾഡിംഗ് ഈ ഒരു സംഭവം. അപ്പൊ ഇത് ഓട്ടോ ഫോൾഡിംഗ് അടക്കം ലോക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ലോക്ക് ആവും. കണ്ടില്ലേ, അൺലോക്ക് ചെയ്യുമ്പോൾ അൺഫോൾഡ് ആവും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അറിയാം, ബേസ് മോഡലിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ചില്ല് അഡ്ജസ്റ്റ് ചെയ്യണം. അത് മാറ്റിയിട്ട് നമ്മൾ ഈ ടൈപ്പിലുള്ള മിറർ ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് നമുക്ക് ഇതേപോലെ കൺട്രോൾ ചെയ്യാം. ഡോർ പേഡിൽ നമ്മളെ ടോപ്പിൽ വരുന്ന ആ ഒരു സെയിം സ്വിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വർക്ക് ചെയ്തെടുക്കാം കേട്ടോ. കാണിക്കാം, കണ്ടോ മിറർ അഡ്ജസ്റ്റ് ആവണത്. ഇനി നമുക്ക് ലോക്കിൽ മാത്രമല്ല, കീ ഓൺ ചെയ്ത ശേഷം ഈ ഒരു സ്വിച്ച് നിൽക്കുകയാണെങ്കിൽ ഫോൾഡിങ് ആവട്ടെ. മിറർ കണ്ടോ അൺഫോൾഡ് ആവും. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാലും നമുക്ക് മിറർ മടക്കണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിന്റെ സ്വിച്ച് ഒക്കെ ഉണ്ടല്ലേ, കമ്പനി വന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. വേറെ സെപ്പറേറ്റ് സ്വിച്ച് ഒന്നുമല്ല, ബെലേനോ ഫ്രോൺസിനൊക്കെ ചെയ്യണത്. പിന്നെ നമ്മുടെ ഫോഗ് ലാമ്പാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. DRL ടൈപ്പ് ഫോഗ് ലാമ്പാ ചെയ്തിട്ടുള്ളത്. ബെലേനൊക്കെ ഒരുപാട് വണ്ടിക്ക് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പൊ ഇന്നലെ ഞാൻ പ്രൊജക്ടർ ടൈപ്പ് ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യണമെന്ന് വിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് DRL ടൈപ്പ് ആണ്. പാർക്ക് ഓണാക്കുമ്പോ DRL എത്തും. ഇത് കാണിക്കടാ, കണ്ടില്ലേ, റിംഗ് ടൈപ്പ് ആണ് വരുന്നത്. ഇത് ഫോഗ് ലാമ്പ് ഇട്ട് കാണിച്ചു തരാം. ഫോഗ് ലാമ്പ് ഇട്ടേ. അപ്പൊ ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഫോഗ് ലാമ്പാണ്. കൂടുതലും ബെലേനയ്ക്കും ഇതിനൊക്കെ നമ്മൾ ചെയ്യണ ടൈപ്പാട്ടോ DRL ടൈപ്പ് ഫോഗ് ലാമ്പ്. വലിയ റേറ്റും വരില്ല, ഒരുപാട് കാലം വീടെടുക്കും, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്. പിന്നെ നമ്മളേതായിട്ടുള്ള രീതിയിലാണ് വയറിംഗ് ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും വയറിംഗ് നമുക്ക് കട്ട് ചെയ്യണ്ട. അതേപോലെ എങ്ങനെയാണോ ഫോഗ് ലാമ്പിന്റെ കണക്ഷൻ വരുന്നത്, എങ്ങനെയാണോ മിറർ ഫോൾഡിങ്ങിന്റെ കണക്ഷൻ വരുന്നത്, അതേപോലെ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓൺ മാറ്റിയിട്ട് ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് അടിച്ച് കേൾപ്പിക്കാം. കണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ റിഫ്ലക്ടർ LED ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ള. ജസ്റ്റ് പാർക്ക് ഓൺ ആക്കി കാണിച്ചുതരാം. വെൽക്കം ലൈറ്റോട് കൂടിയാണ് ആ ഒരു പാർക്ക് വരുന്നത്. കണ്ടില്ലേ, അപ്പം ബ്രേക്കും ഇൻഡിക്കേറ്റർ കണ്ടില്ലേ. വരുമ്പോൾ നമ്മൾ ടോപ്പ് എൻഡിൽ വരുന്ന ആ ഒരു സ്റ്റീറിംഗ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ആൽഫയിൽ വരുന്ന ഒരു സ്റ്റീറിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ നമ്മൾ സ്റ്റീരിയോയിലേക്കൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതിൽ നമ്മൾ ക്രൂയിസ് കൺട്രോൾ ആഡ് ചെയ്തിട്ടുണ്ട്. മീറ്ററിലേക്ക് നിങ്ങൾ ക്ലസ്റ്ററിലേക്ക് നോക്കിയാൽ മതി. ഞെക്കും വേണ്ടില്ലേ, ക്രൂയിസ് കൺട്രോളിന്റെ ആ ഒരു ബട്ടൺ ആവുന്നുണ്ട്. അതും കൂടി സെറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫോൾഡിങ്ങിന്റെ മിററിന്റെ ആ ഒരു ഡീറ്റെയിൽ പറഞ്ഞു തന്നു. ഫോഗ്രാം കാണിച്ചു തന്നു. ഹോൺ അടിച്ച് കേൾപ്പിച്ചു. റിഫ്ലക്ട് LED കാണിച്ചു. ഇനിയിപ്പോ സ്റ്റീരിയോ ഉള്ളത്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്മളെ സ്പീക്കേഴ്സ് 4 ഡോറിൽ നമ്മൾ റെയിൻബോ എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്തിട്ടുള്ളത്. അത് ഫ്രണ്ട് കോമ്പോണന്റും ബാക്ക് കോവാക്സിൽ ചെയ്തിട്ടുള്ളത്. 50 വാട്ട് RMS വരുന്ന സ്പീക്കേഴ്സ് ആണ്. റേറ്റിംഗ് കുറവാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള, നല്ല ക്ലാരിറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ സ്റ്റീരിയോ 4x64 വരുന്ന സ്റ്റീരിയോ ആണ്. ഇതിൽ സിം ഇടാൻ പറ്റും. ഹോട്ട്സ്പോട്ട് വഴിയായിരുന്നു മുമ്പത്തെ സ്റ്റീരിയോ ഒക്കെ. ഇപ്പൊ നമുക്ക് ഇതിൽ തന്നെ നമ്മളെ മൊബൈൽ ഫോൺ പോലത്തെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡൊക്കെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് പ്രീമിയം സ്പീക്കേഴ്സ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിന് കാരണമുണ്ട്. ഇതിൽ 55 വാട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വോളിയം അതുപോലെ തന്നെ ക്ലാരിറ്റി ഉള്ള ഒരു സ്റ്റീരിയോ ആണ്. ജസ്റ്റ് ഒരു സോങ് നിങ്ങൾ വെച്ച് കേൾപ്പിക്കുക. അതിന് മുമ്പ് ഒരു വീഡിയോ പ്ലേ ചെയ്യാം ഇതിന്റെ ക്ലാരിറ്റി അറിയാനായിട്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ഒരു സ്റ്റീരിയോ ആണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഇതിന് വന്നിട്ടുള്ളത്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, ഇതിൽ 360 നമ്മൾ ചെയ്തിട്ടുണ്ട്. 1080 റെസൊല്യൂഷൻ 1080 റെസൊല്യൂഷനിൽ വരുന്ന ഒരു ക്യാമറ ചെയ്തിട്ടുള്ള. ഇത് ഫ്രണ്ട് ക്യാമറയാണ്. ഇത് ബാക്ക് സൈഡാണ്. നമ്മൾ സൈഡ് 3 പൊസിഷനിൽ കൺട്രോൾ ചെയ്യാം. ഇത് ടയറിന്റെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഏരിയ ആണ്. കണ്ടില്ലേ, ഈ ഏരിയ ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വണ്ടി ഡൗട്ടായിരിക്കും എന്തൊക്കെയാണ് ആ ടയറിന്റെ പൊസിഷനിൽ കിടക്കണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് 360 തന്നെ കൺട്രോൾ ചെയ്യാം. പിന്നെ കണ്ടില്ലേ, 2 ടയറിന്റെ വശം കാണാം, അതേപോലെ തന്നെ ബേഡ് വ്യൂ കാണാം. അപ്പൊ ഇതാണ് 3D മോഡ് കേട്ടോ. ഇത് നമുക്ക് പാർക്ക് ചെയ്യുമ്പോഴൊക്കെ വളരെ ഉപകാരപ്പെടും കേട്ടോ. വണ്ടിയുടെ ചുറ്റും എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് 3D മോഡ് ഓൺ ആക്കിയിട്ട് ചുറ്റും നോക്കാം. കമ്പനി വരുന്ന 360 ഇതേപോലുള്ളൊരു ഓപ്ഷൻ വരുന്നില്ല. പിന്നെ അത്രയ്ക്കും ക്ലാരിറ്റി ആണ് നൈറ്റിലായാലും. അപ്പൊ ഇത്രയ്ക്ക് നമ്മൾ സ്റ്റീരിയോയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ ആ ഒരു റെയിൻബോ സ്പീക്കേഴ്സിന് ആദ്യമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഈ ഒരു റേറ്റിൽ. ഏകദേശം 10,500-10,000 ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ആ ഒരു റേറ്റിൽ വെച്ച് നമ്മൾ പൈനിയറിന് നോർമൽ എൻട്രി ലെവൽ സ്പീക്കർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 8 രൂപ റേഞ്ച് വരും കോമ്പോണന്റ് കോവേഴ്സിലും. അതിനകത്ത് 2,500 രൂപ കൂട്ടുകയാണെങ്കിൽ ഇത്രയും നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. 50 വാട്ട് RMS ഉള്ള സ്പീക്കേഴ്സാണ്. അപ്പോൾ ഒരു ചെറിയൊരു സോങ് നിങ്ങളെ വെച്ച് കേൾപ്പിക്കാം.